ജയന്തിലാൽ ഒരു വ്യാപാരിയാണ്. അദ്ദേഹത്തിന് നഗരത്തിൽ ഒരുപാട് കടകളുണ്ട്. എല്ലാ കടകളിൽ നിന്നും അദ്ദേഹത്തിന് വാടക കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് നോക്ക് ഭവാനി, ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ ആ ഗാലിയായ സ്ഥലത്ത് ഒരു ഭക്ഷണമുള്ള കട പോലെ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ ആലോചന കൊള്ളാമല്ലോ. നമ്മൾ വേഗം തന്നെ ആരെങ്കിലും തേടിയേ പറ്റുള്ളൂ. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാള് നമുക്ക് വേണം. എനിക്കൊരു സ്ത്രീയെ അറിയാമല്ലോ. അവര് വിധവയാണ്. പക്ഷെ അവര് ചെയ്യുന്നത് പോലെ തൈർ കച്ചോടി ആരും തന്നെ ചെയ്യില്ല. അത് അത്രയ്ക്ക് രുചിയുള്ളതാണ്. അതാരെങ്കിലും കഴിച്ചാൽ കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കടയില് അവരെ കൊണ്ട് തൈര് കച്ചോറി ഉണ്ടാക്കാൻ പറ്റുമോ? അവര് ഈ ഗ്രാമത്തിലാണുള്ളത്. അവർക്കൊരു മകനുമുണ്ട്. അവരിവിടെ വരാനായി സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് തീർച്ചയായും അവർ നമുക്ക് ജോലി ചെയ്യും. ശരി, എന്നാ നീ അവരുടെ അടുത്ത് പറയൂ. നമുക്ക് വരുന്ന വരുമാനം നമുക്ക് പകുതി പകുതി ചെയ്തോളാം. പിന്നെ നമുക്ക് നോക്കാം. ശരി. അടുത്ത ദിവസം ഭവാനി അവരുടെ ഗ്രാമത്തിലേക്ക് പോയി സീതയെ കാണാൻ വേണ്ടി. അല്ല, നിങ്ങളോ? വരൂ വരൂ. നിങ്ങൾക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഏറ്റതുപോലെ ഒരു ജോലിയുണ്ട്. ശരി ശരി, പറയൂ. നിങ്ങളുടെ തൈർ കച്ചോടിയെ കുറിച്ച് ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ആലോചിച്ചു നഗരത്തിലുള്ള ഞങ്ങളുടെ കടയിൽ തൈർ കച്ചോരി ചെയ്തു വിൽക്കാമെന്ന്. എത്ര വരുമാനം വരുന്നോ അത് രണ്ടുപേരും പിരിക്കാം. ഹാ, വളരെ നല്ലത്. എനിക്ക് സമ്മതമാണ്. പക്ഷെ നഗരത്തിൽ ഞാൻ എവിടെ താമസിക്കും? അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ മകനെയും കൊണ്ട് നഗരത്തിലേക്ക് വരൂ. ശരി. സീത തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഭവാനിയോടൊപ്പം നഗരത്തിലേക്ക് ചെന്നു. അവിടെ ഭവാനി സീതയ്ക്കായി ഒരു റൂം നൽകി. സീതയും അവളുടെ മകനും ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. കടയിൽ കച്ചോരി ചെയ്യാനും വിൽക്കാനുമുള്ള ഏർപ്പാടുകളെല്ലാം തന്നെ കഴിഞ്ഞു. സീതയും അവളുടെ മകനും ചേർന്ന് കച്ചോരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഭവാനി കൗണ്ടറിലിരുന്ന് കാശ് വാങ്ങിക്കും. ഒരു കസ്റ്റമർ തൈർ കച്ചോരി വാങ്ങി. എന്നിട്ടത് ടേസ്റ്റ് ചെയ്തു നോക്കി. ചേച്ചി, ഈ തൈര് കച്ചോറി വളരെ നന്നായിട്ടുണ്ട്. അതെ അതെ, എനിക്കറിയാം. സീത ചെയ്യുന്ന തൈർ കച്ചോരി ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടമായിരുന്നു. ഒരു മാസത്തിന് ശേഷം ഭവാനി ലാഭം എണ്ണുകയായിരുന്നു. വന്ന വരുമാനത്തിൽ പാതി സീതയ്ക്ക് അവൾ നൽകി. വളരെ നന്ദി ചേച്ചി. ശരി. പാതി വരുമാനം വാങ്ങിയിട്ട് ഭവാനി അവളുടെ വീട്ടിലേക്ക് വന്നു. ഇതാ ഈ മാസത്തെ വരുമാനം. ഇത്രയും ലാഭവും കാശുണ്ടോ? കസ്റ്റമേഴ്സിനൊക്കെ സീതയുടെ കൈകൊണ്ട് ചെയ്ത ആ തൈർ കച്ചോരി ഒരുപാട് ഇഷ്ടമായി. നല്ല കാര്യം തന്നെ. സീതയും അവളുടെ മകനും രണ്ടുപേരും ചേർന്ന് തൈർ കച്ചോരി ചെയ്ത് വിറ്റുകൊണ്ടേയിരുന്നു. പിന്നെ ഭവാനി കൗണ്ടറിലിരുന്ന് കാശ് എണ്ണിക്കൊണ്ടേയിരുന്നു. എല്ലാ മാസവും ഭവാനി കിട്ടുന്നതിൽ പാതി ഷെയർ സീതയ്ക്ക് നൽകി. കുറെ മാസങ്ങൾ ഇതുപോലെ കടന്നുപോയി. ഒരു ദിവസം ജയന്തിലാലിന്റെ മനസ്സിൽ ഒരു ആലോചന തോന്നി. ദിവസങ്ങൾ പോകുന്തോറും നമ്മുടെ വരുമാനം അധികരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും ശരിയാണ്. പക്ഷെ അതിൽ വരുന്ന വരുമാനം നമുക്ക് പകുതിയിലേ വരുന്നുള്ളൂ. അതിലെന്ത് ചെയ്യാൻ പറ്റും? സീതയുടെ കൈകളിൽ അത്ഭുതമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തൈർ കച്ചോരി ഇത്രയ്ക്കും വിൽക്കുന്നത്. നമ്മൾ എന്തിനാ സീതയ്ക്ക് പങ്കിന് പകരം ശമ്പളമായിട്ട് കൊടുത്തൂടെ? എന്നാ നമുക്ക് പങ്ക് ഇനിയും കുറെ കിട്ടുമല്ലോ. അതും ശരിയാണ്. ഞാൻ ഇന്ന് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഭവാനി സീതയെ കാണാനായി വന്നു. എന്തു പറ്റി ചേച്ചി? എന്താ പെട്ടെന്ന് ഇവിടെ? സീത, ഇപ്പോഴേക്ക് സാധനങ്ങളുടെ വില അധികമായിരിക്കുന്നു. നിനക്കറിയാമെന്ന് തോന്നുന്നു. ആ കട എന്തായാലും എന്റേതാണ്. പക്ഷെ എനിക്ക് വരുമാനം വളരെ കുറച്ചാണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്താണ് ഞാൻ ആലോചിക്കുന്നതെന്നാൽ നിനക്ക് ഞാൻ ദിവസവും ശമ്പളം തരാം. ദിവസവും 300 രൂപ. ചേച്ചി, പക്ഷെ നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്യാമെന്നല്ലേ സംസാരിച്ചത്? ഇപ്പൊ എന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നേ? എനിക്കെന്തോ നിനക്ക് അത്യാഗ്രഹം വന്നെന്ന് തോന്നുന്നു. അത്യാഗ്രഹം വന്നത് എനിക്കല്ല, നിങ്ങൾക്കാണ് ചേച്ചി. ഇപ്പോൾ ടയർ കച്ചോരി അധികം വിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാശ് എടുക്കാൻ വേണ്ടി എനിക്ക് വളരെ കുറച്ച് കാശ് തരാൻ ആഗ്രഹിക്കുന്നു. എന്നോട് നീ എതിർത്ത് സംസാരിക്കുകയാണോ? എല്ലാം എന്റെ തെറ്റാണ്. നിന്നെ പാവം നോക്കി ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? താമസിക്കാൻ വീടും ജോലിയും ഒക്കെ നൽകിയില്ലേ? ഇതിൽ എന്റെ തെറ്റ് എന്താണുള്ളത്? ഞാൻ എനിക്ക് വരാനുള്ള കാശല്ലേ ചോദിച്ചത്. ദിവസവും ഞാനും എന്റെ മകനും കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. പാതി വരുമാനം ഞങ്ങളുടെ അവകാശമല്ലേ? ഇപ്പോ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോ. ഞാൻ വേറെ ആരെങ്കിലും ജോലിക്ക് വെച്ചോളാം.
സീതയും ശ്യാമും അപ്പോൾ തന്നെ ആ വീട്ടിൽ നിന്നും പുറത്തുപോയി. അവർ നടന്ന് ഒരു പാർക്കിന്റെ അടുത്തെത്തി. സീത പാർക്കിന്റെ ബെഞ്ചിൽ കയറിയിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഗ്രാമത്തിലേക്ക് പോയേ പറ്റൂ. അമ്മേ, നമുക്ക് സ്വന്തമായിട്ട് തൈര് കച്ചോറി കട വെച്ചൂടെ? നമ്മളടുത്ത് കുറച്ച് കാശുണ്ടല്ലോ. അതും ശരിയാണ്, പക്ഷെ നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണ്ടേ? നമുക്ക് നോക്കാം അമ്മേ. സീതയ്ക്കും ശ്യാമിനും ഒരു ചെറിയ വീട് വാടകയ്ക്ക് കിട്ടി. പിന്നെ ബാക്കിയുണ്ടായിരുന്ന കാശിൽ അവർ ചെറിയ ഒരു തള്ളുവണ്ടിയും വാങ്ങി. ആ തള്ളുവണ്ടിയിൽ അവർ തൈർ കച്ചോരി ചെയ്തു വിൽക്കാനും തുടങ്ങി. ഒരു തൈര് കച്ചോരി തരൂ. ഇപ്പൊ തന്നെ തരാം. സീതയുടെ കടയിലേക്ക് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. വന്നവരൊക്കെ ആ തൈർ കച്ചോരിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് പോയി. ചേച്ചി, നിങ്ങളുടെ തൈർ കച്ചോരി നല്ല ടേസ്റ്റ് ആണ്. വളരെ നന്ദി. ഞാൻ ദിവസവും കഴിക്കാൻ വരും. ശരി, തീർച്ചയായും വരൂ. ആദ്യത്തെ ദിവസം തന്നെ അവർക്ക് ഒരുപാട് വരുമാനം കിട്ടി. ഈ കാശ് ഭവാനി ചേച്ചി നൽകുന്ന പാതി വരുമാനത്തെക്കാളും വലുതാണ്. ഇത് മൊത്ത കാശ് നമുക്കാണമ്മേ. ഹാ, ഇതുപോലെ വരുമാനം കിട്ടിയാൽ നമ്മുടെ എല്ലാ കഷ്ടവും ശരിയാകുമോനെ. സീതയും ശ്യാമും ദിവസവും അവരുടെ തള്ളുവണ്ടിയിൽ തൈർ കച്ചോരി വിറ്റുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ തോറും അവരുടെ കസ്റ്റമേഴ്സ് അധികരിച്ചുകൊണ്ടേ വന്നു. സീതയും ശ്യാമും വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇതു കാരണം അവരുടെ വരുമാനം ഒരുപാട് അധികരിച്ചു. മറുവശത്ത് ഭവാനി അവരുടെ കടയിൽ വേറൊരു സ്ത്രീയെ ജോലിക്കായി വെച്ചു. എന്റെ ചേച്ചി, ഞാൻ പറയാന്ന് തെറ്റായിട്ട് വിചാരിക്കരുത്. ഈ തൈര് കച്ചോറി സ്വാദേ ഇല്ലട്ടോ. കഴിക്കുന്നെങ്കിൽ കഴിക്ക, അല്ലെങ്കിൽ പോ. ഒരു വശത്ത് അവർ ചെയ്യുന്ന കച്ചോരിയും കൊള്ളത്തില്ല, മറ്റൊരു വശത്ത് അവർ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന രീതിയും കൊള്ളത്തില്ല. പിന്നെ ഇക്കാരണങ്ങൾ കൊണ്ട് അവരുടെ വ്യാപാരം തീരെ കുറഞ്ഞുപോയി. ഒരു മാസത്തിൽ തന്നെ കച്ചവടം തീരെ കുറഞ്ഞുപോയി. ഇപ്പോൾ ഭവാനിക്ക് വരുമാനം മാത്രമല്ല, ഇട്ട കാശ് പോലും തിരിച്ചു കിട്ടിയില്ല. ഈ മാസവും ഒരു വരുമാനവും വന്നില്ല. എനിക്കെന്താ തോന്നുവെച്ചാൽ നീ കച്ചോരി വ്യാപാരം പൂട്ടിക്കഴിയുന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആ കട വാടകയ്ക്ക് വിട്ടിട്ടെങ്കിൽ കുറച്ച് കാശ് ഉണ്ടാക്കാമായിരുന്നു. നിനക്ക് മനസ്സിലായോ? അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഭവാനിയുടെ തൈർ കച്ചോരി കട മൂടപ്പെട്ടു. മറുവശത്തെ സീതയും ശ്യാമും ഒരുപാട് കഷ്ടപ്പെട്ട് അവർ സ്വന്തമായി ഒരു കട ഓപ്പൺ ചെയ്തു. സീതയും ശ്യാമും കഷ്ടപ്പെട്ടത് വെറുതെയായില്ല. പിന്നെ അത്യാഗ്രഹിയായ ജയന്തിലാലിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അതിനുള്ള ശിക്ഷ ലഭിച്ചു. അവരുടെ തൈർ കച്ചോരി കട മൂടപ്പെട്ടു. ഇതിനാണ് പറയുന്നത് അത്യാഗ്രഹികൾക്ക് ഉള്ളതും നഷ്ടപ്പെടുമെന്ന്. ഒരുപക്ഷെ ജയന്തിലാലും ഭവാനിയും നേരായ രീതിയിൽ സീതയ്ക്ക് അവരുടെ പങ്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവരുടെ വരുമാനവും ഒരുപാട് അധികരിക്കുമായിരുന്നു. പക്ഷെ അത്യാഗ്രഹം കാരണം അവരെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. മുകുന്ദന് പനത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ സ്വന്തമായി പനമരത്തിൽ കയറി നൊങ്ക് പറിച്ചിടും. പിന്നീട് ആ നൊങ്കെല്ലാം എടുത്ത് വ്യാപാരിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൻ്റെതായ കാശ് വാങ്ങിക്കും. ഇത് നോക്കൂ സാറേ, പനനൊങ്ക് ഇന്ന് നിങ്ങൾ കുറെ തരാൻ നോക്കൂ. മാർക്കറ്റില് പനനൊങ്കിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ശരി സാർ, നാളെ തൊട്ട് ഞാൻ കുറെ പനനൊങ്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ശരി. മുകുന്ദന്റെയും മയൂരിയുടെയും ഒരേ ഒരു മകളാണ് മീന. മീന, നീ എവിടെയാ ഉള്ളത്? ഇത്രയും സമയം ഇവിടെയായിരുന്നു. ഒരുപക്ഷെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാൻ പോയതായിരിക്കും അവൾ. പക്ഷെ നിങ്ങൾ എന്തിനാ അവളെ തേടുന്നത്? അവള് പനനൊങ്ക് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഞാൻ കുറച്ച് പനനൊങ്ക് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ. അപ്പോഴാണ് മീന, ഹായ് നൊങ്ക്, ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇതെല്ലാം ഒറ്റയ്ക്ക് കഴിക്കും. ആ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. മെല്ലച്ച കഴിച്ചോളൂ. മഴക്കാലമായിരുന്നു അത്. എന്നാലും മുകുന്ദൻ പനമരത്തിൽ കയറി നൊങ്കു പറിച്ചിടുമായിരുന്നു. അപ്പോൾ എന്തു സംഭവിച്ചെന്നാൽ 2 ദിവസം മഴ നിൽക്കാതെ പെയ്തു. ദൈവമേ, എത്രയും പെട്ടെന്ന് ഈ മഴ നിന്നേ പറ്റുള്ളൂ. നിങ്ങൾ മരത്തിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചു കയറണേ. മരത്തിലൊക്കെ മഴ കാരണം പായൽ പിടിച്ചിട്ടുണ്ടാകും. ആ, ഞാൻ ശ്രദ്ധിച്ചെന്നെ മരത്തിൽ കയറുന്നത്. ഞാൻ എന്താ പുതിയതായിട്ടാണോ കയറാൻ പഠിക്കുന്നത്? നിങ്ങൾ വലിയ ബലശാലിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ശ്രദ്ധിച്ചു കയറിയാൽ മതി. ഓ ശരി എന്റെ ഓഫീസറേ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോളാം. ദേ ഇപ്പൊ പോയി ഇപ്പൊ വരാം. ശരി. മുകുന്ദൻ പനമരത്തിൽ കയറി ഓരോരോ നൊങ്കായി പതുക്കെ പതുക്കെ പറിച്ചിട്ടു. കുറച്ചു സമയത്തിനകം ഇടിവെട്ടി. പിന്നെ പെട്ടെന്ന് മീൻ അവിടേക്ക് വന്നു. അച്ഛാ!
മീനയുടെ ശബ്ദം കേട്ടതും മുകുന്ദന്റെ ശ്രദ്ധ തെറ്റിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം മരത്തിൽ നിന്നും താഴേക്ക് വഴുതി വീണു. അച്ഛാ! മീന നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഗ്രാമത്തിൽ തൊട്ടരികിലുണ്ടായിരുന്ന കുറെ പേര് അവിടേക്ക് ഓടി വന്നു. കൊച്ചച്ചാ, അച്ഛൻ താഴെ വീണു! ഗ്രാമത്തിലെ ആളുകളൊക്കെ അത് നോക്കി നിന്നു. മുകുന്ദനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചേർത്തു. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇനി നമ്മുടെ കുടുംബം നമ്മൾ എങ്ങനെ നോക്കാനാ? നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. എന്തെങ്കിലും ഒന്ന് തീർച്ചയായും നടക്കും. ദൈവം നമുക്ക് കഷ്ടം തന്നിട്ടുണ്ടെങ്കിൽ പുറത്തു വരാനുള്ള വഴിയും തീർച്ചയായും കാണും. പക്ഷെ എങ്ങനെ? ഇപ്പൊ ഞാൻ ഊനമായല്ലോ. ഇതിന് പകരം ആ ദൈവം എന്നെ കൊന്നാ മതിയായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങളാണ് ഞങ്ങളുടെ ജീവിതം മൊത്തം. മയൂരിയും മുകുന്ദനും ഒരുപാട് വിഷമത്തിലായിരുന്നു. അവരുടെ ഭാവി എന്താകുമെന്ന് ആലോചിച്ച്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മുകുന്ദനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ രണ്ടുപേരും ചേർത്ത് വെച്ചിരുന്ന മുഴുവൻ കാശും അവനെ ചികിത്സിക്കാനായി കാലിയായി. ഞാൻ എന്തെങ്കിലും ഒരു ജോലി തേടാം. നീ ജോലിക്ക് പോകാൻ പോവാണോ? നീ ജോലിക്ക് പോയാൽ പിന്നെ വീട്ടു ജോലി ഇതൊക്കെ എങ്ങനെ ചെയ്യും? ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചേട്ടാ. തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും വഴിയുണ്ടാവും. ഈ വേദനയിലും തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. വേണ്ട വേണ്ട, നിങ്ങൾ വിശ്രമിച്ചോളൂ. ഇല്ല മയൂരി, ഞാൻ എന്നും നിനക്ക് ഭാരമായിട്ടുണ്ടാവില്ല. ഈ അവസ്ഥയിൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവും. അടുത്ത ദിവസം മുതൽ മയൂരി ജോലി തേടാൻ തുടങ്ങി. അവൾ ഒരുപാട് കമ്പനികളിലും കടകളിലും ചെന്ന് കേട്ടു. പക്ഷെ എവിടെയും അവൾക്ക് ജോലി ലഭിച്ചില്ല. എവിടെയും എനിക്കൊരു ജോലി കിട്ടിയില്ല. ഞാൻ എന്തെങ്കിലും പുതിയതായി വ്യാപാരം ചെയ്യാമെന്ന് ആലോചിക്കുന്നു. പക്ഷേ എന്ത് വ്യാപാരമാണ്? എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? ഞാൻ മാർക്കറ്റിലൊരു ബക്കോട കട കണ്ടു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനും വളരെ നന്നായിട്ട് ബക്കോട ചെയ്യും. എന്തുകൊണ്ട് ഞാനും ബക്കോട വിറ്റുകൂടാ? അത് ചെയ്യാലോ. പക്ഷേ എല്ലാവർക്കും ആ കടയിലെ പക്കോടയാണ് വളരെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നീ വല്ല പുതിയ എന്തെങ്കിലും പക്കോട ഉണ്ടാക്കിയാലേ ഹിറ്റാവുള്ളൂ. പുതിയെന്ന് വെച്ചാൽ? അതായത് ചൈനീസ് പക്കോടയുണ്ട്, അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അതുപോലെ എന്തെങ്കിലും പുതിയതായിട്ട്. വേറെ എന്തെങ്കിലും ഒന്ന് വെച്ചാ? മീന, നീ പറ, നിനക്ക് എന്താണ് ഒരുപാട് ഇഷ്ടമുള്ളത്? എനിക്ക് മാഗിയാണ് ഇഷ്ടം. മാഗി പക്കോട ഇട്ടാൽ എങ്ങനെ ഇരിക്കും? മാഗിയിൽ പക്കോട ചെയ്യാൻ പറ്റുമോ? ഹാ, അതും നല്ല ക്രിസ്പി ആയിട്ട്. നോക്കൂ മീന, പെട്ടെന്ന് ചെന്ന് ഒരു പാക്കറ്റ് മാഗി വാങ്ങിക്കൊണ്ടുവാ. മീന മാഗി വാങ്ങിക്കാനായി ചെന്നു. പിന്നെ കുറച്ചു സമയത്തിനകം 2 മാഗി പാക്കറ്റുമായി വന്നു. മീന മാഗിയെ വേവിച്ചെടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് മസാലകൾ ചേർത്ത് അതിനെ ചീനിച്ചട്ടിയിലിട്ട് പൊരിച്ചെടുത്തു. പക്കോട റെഡിയായി. മീന അവരുടെ അമ്മ ചെയ്യുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. മീനയുടെ അമ്മ മാഗി പക്കോട ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൽ നിന്നും ഒരു പക്കോട എടുത്ത് മീന കഴിക്കാൻ തുടങ്ങി. ഉടനെ അമ്മ പറഞ്ഞു, പതുക്കെ പതുക്കെ, നല്ല ചൂടുണ്ട്, നല്ല രുചിയുണ്ട് അമ്മേ, വാവ്. മീന ഒരു മാഗി പക്കോട എടുത്ത് തന്റെ അച്ഛന് കൊണ്ടുപോയി കൊടുത്തു. ഇത് ശരിക്കും വളരെ നന്നായിട്ടുണ്ട്. ആ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വളരെ നന്നായിട്ട് പക്കോട ഉണ്ടാക്കുമെന്ന്. ഈ മാഗി പക്കോട മാർക്കറ്റിൽ വിൽക്കുമോ? ആഹാ, നന്നായിട്ട്. ഇത് തീർച്ചയായിട്ടും വിജയിക്കും. ഇത് കേട്ടപ്പോൾ മയൂരിക്ക് സന്തോഷമായി. കുറച്ചു ദിവസത്തിനകം തന്നെ മയൂരിയും മുകുന്ദനും കൂടി മാർക്കറ്റിൽ ഒരു മാഗി പക്കോട സ്റ്റാൾ ഓപ്പൺ ചെയ്തു. ഇതെന്താ ആന്റി? മാഗി പക്കോട? മാഗിയിൽ പക്കോടയോ? ഹാ, ഒരു പ്ലേറ്റ് തരൂ. ശരി ശരി, തരാമോളെ. മയൂരി ആ കുട്ടിക്ക് മാഗി പക്കോട നൽകി. വാവ്, എന്ത് രുചിയാണിത്! ഇതുവരെ ഇതുപോലെ ഒരു പക്കോട ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ആ കുട്ടി പറഞ്ഞത് കേട്ട് വീണ്ടും ഒരുപാട് കസ്റ്റമർ അവിടേക്ക് വന്ന് മാഗി പക്കോട വാങ്ങി. ആന്റി, ഇത് വളരെ നന്നായിട്ടുണ്ട്. മുകുന്ദൻ മാഗി പക്കോട കടയിൽ മയൂരിയെ സഹായിക്കുന്നുണ്ടായിരുന്നു. കട നല്ല രീതിയിൽ പോയി. ആദ്യ ദിവസം തന്നെ മുകുന്ദനും മയൂരിയും കൂടി ഒരുപാട് കാശുണ്ടാക്കി. രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഞാൻ ആലോചിച്ചു പോലും നോക്കിയില്ല നമുക്ക് ഇത്രയും വരുമാനം കിട്ടുമെന്ന്. ഈ കഷ്ടത്തിലും നമുക്ക് കിട്ടിയ വളരെ സന്തോഷമായ കാര്യമാണിത്. അച്ഛാ, നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കൂ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഇതോടെ മാറും. നിങ്ങളുടെ അസുഖവും മാറും. മുഴുവൻ കുടുംബവും നല്ല വിശ്വാസത്തോടെ ആയിരുന്നു. എല്ലാരും ഒന്നിച്ച് അതിനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മാഗി പക്കോട വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. കസ്റ്റമേഴ്സിന്റെ തിരക്കും ഒരിക്കലും കുറഞ്ഞില്ല. കൂടെ തന്നെ അവരുടെ വരുമാനവും അധികരിച്ചുകൊണ്ടേയിരുന്നു. മാഗി പക്കോട പെട്ടെന്ന് ഫേമസ് ആയി.
നല്ല പണം വന്നത് കാരണം മുകുന്ദനെ നല്ല രീതിയിൽ അവർ ചികിത്സിക്കാൻ തുടങ്ങി. ചികിത്സ ചെയ്തതുകൊണ്ട് ഈ ട്രീറ്റ്മെന്റ് മൂലമായിട്ട് മുകുന്ദ് സാർ നിങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ച് സെറ്റ് ഓഫ് സർജറി ചെയ്താൽ ശരിയാവും. കാരണം ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് നിങ്ങളുടെ ബോഡി വളരെ നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് കേട്ട് മൊത്ത കുടുംബവും ഒരുപാട് സന്തോഷിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ മയൂരി സ്വന്തമായ ഒരു മാഗി പക്കോട സ്റ്റാൾ ആരംഭിച്ചു. മനസ്സു നിറയുള്ള സന്തോഷം കാരണം മുകുന്ദന്റെ അസുഖവും മാറി. അദ്ദേഹം പതുക്കെ പതുക്കെ ഒരു വടി പിടിച്ച് നടക്കാൻ തുടങ്ങി. വീട്ടിലുള്ളവരുടെ ആത്മവിശ്വാസം കാരണം മുകുന്ദന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അതുകൊണ്ട് അദ്ദേഹം എണീറ്റ് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ ആ മാഗി പക്കോട കാരണമാണ് സംഭവിച്ചത്. പിന്നെ അവരുടെ ആ മാഗി പക്കോട അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. വിഷ്ണു ഒരു അന്യജാതി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് അവൻ ഗ്രാമത്തിൽ നിന്നും പോകണമെന്ന് ഒരു ശിക്ഷയും കിട്ടി. വിഷ്ണുവും അപർണയും മകൾ പല്ലവിയോടൊപ്പം ഒരു നദിയുടെ കരയിൽ ജീവിച്ചു വന്നു. ദിവസവും അതിരാവിലെ വിഷ്ണു കൂലിപ്പണി ചെയ്യാനായി ഗ്രാമത്തിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. വഴിയിൽ അവൻ പല്ലവിയെയും അവളുടെ സ്കൂളിൽ വിടുമായിരുന്നു. ഇവിടെ വീട്ടിൽ അപർണ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. വീട്ടുജോലികളെല്ലാം തീർത്തു കഴിഞ്ഞിട്ടും അവൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ നദിയിൽ നിന്നും മീൻ പിടിക്കുമായിരുന്നു. ദിവസവും ഇങ്ങനെ മീനുകളെ പിടികൂടി അപർണ ഈ ജോലിയിലൊരു എക്സ്പേർട്ടായി മാറി. ഇപ്പോൾ അവൾക്ക് തന്റെ കൈകൾ കൊണ്ട് തന്നെ മീൻ പിടികൂടാൻ പറ്റുന്നുണ്ട്. ഇന്ന് വളരെ നല്ല ദിവസമാ. വീട്ടിൽ ചെന്ന് ഞാൻ മീൻ വറക്കും. അപർണ ആ നദിയിൽ നിന്നും പിടികൂടിയ എല്ലാ മീനുകളെയും വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി നല്ലതുപോലെ ശുദ്ധീകരിച്ച് പാകം ചെയ്യുമായിരുന്നു. ഇതിന്റെ മണം വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ രുചിയും നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വൈകുന്നേരം വിഷ്ണുവും പല്ലവിയും വീട്ടിലേക്ക് വരുമ്പോൾ അപർണ അവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി കൂടെ മീനും വിളമ്പിക്കൊടുത്തു. രുചിച്ച് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അമ്മേ, ഇതിൽ രുചിച്ചു നോക്കാൻ എന്താ ഉള്ളേ? നിങ്ങൾ ചെയ്തെങ്കിൽ വളരെ നന്നായിരിക്കും. ഓ അതെയോ? അതെ അമ്മേ. നിങ്ങൾ ഉണ്ടാക്കുന്ന മീനുകളൊക്കെ എന്റെ സ്കൂളിലേക്ക് അയക്കില്ലേ? അപ്പോഴേക്ക് എന്റെ ഫ്രണ്ട്സ് അത് വിടാതെ കഴിക്കും. നിങ്ങളുടെ അമ്മ വളരെ നന്നായി മീനുണ്ടാക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല കാര്യം. അതെ അതെ, നിന്നെ പോലെ ആർക്കും തന്നെ മീൻ കറി വെക്കാനേ സാധിക്കില്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. മീനെന്ന് പറഞ്ഞതും എനിക്കൊരു കാര്യം തോന്നി. ഞാൻ കുറെ മീനുകൾ പിടിച്ച് അത് മാർക്കറ്റിൽ വിൽക്കാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയും കിട്ടും. ആ, നിനക്ക് വിൽക്കാം. നീ നന്നായി മീനുകളെ പിടികൂടുമല്ലോ. ആ, അപ്പൊ നാളെ മുതൽ ഞാൻ പണി തുടങ്ങാം. അടുത്ത ദിവസം അപർണ ഒരുപാട് മീനുകളെ പിടികൂടി. എന്നിട്ട് ആ മീനുകളെല്ലാം ഒരു കുട്ടയിലാക്കി മാർക്കറ്റിലേക്കും പോയി. നല്ല നല്ല മീനുകൾ. ഇന്നാണ് നദിയിൽ നിന്ന് പിടിച്ച മീനുകൾ. നല്ല വെള്ളത്തിൽ നിന്ന് എടുത്ത മീനാണോ? ആ ചേച്ചി, ഇതൊക്കെ നദിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനുകളാണ്. ഇല്ല ഇല്ല, എനിക്ക് വേണ്ട. ഒരുപാട് ആൾക്കാർ അപർണയുടെ മീൻ കണ്ട് അടുത്തേക്ക് വന്നു. എന്നാൽ കുറച്ചുപേർ മാത്രമേ മീൻ വാങ്ങിയുള്ളൂ. ഇത് കണ്ട് അപർണ ഒരുപാട് വേദനിച്ചു. സാരമില്ല, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാ എന്റെ മീനുകളൊക്കെ വിറ്റുപോകും. അപർണ തന്നെത്താനെ സമാധാനപ്പെടുത്തി. പിന്നെ കുട്ടയും എടുത്ത് അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസവും അപർണ നല്ല നല്ല മീനുകൾ പിടികൂടി. എന്നിട്ട് അത് വിൽക്കാനായി മാർക്കറ്റിലേക്കും പോയി. മീൻ വാങ്ങിക്കോളൂ, നല്ല നല്ല മീനുകൾ. ഇന്നും അവസ്ഥ അത് തന്നെ. മീനുകൾ അധികം വിറ്റതേയില്ല. ഇങ്ങനെ ഒരുപാട് ദിവസം സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അപർണയുടെ മനസ്സ് വേദനിച്ച് അവൾ ഒരുപാട് ദുഃഖിതയായി. അവൾ മീനുകൾ നിറച്ച കുട്ടയുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. വളരെ വിഷമത്തോടെ അവൾ പാചകം ചെയ്തു. വിഷ്ണു വീട്ടിലേക്ക് വന്നപ്പോൾ അപർണ അവിടെ ഇരിക്കുന്നത് കണ്ട് അപർണയുടെ മൂഡ് ശരിയല്ല എന്നവന് മനസ്സിലായി. അപർണ, എന്തു പറ്റി? മീൻ വിറ്റ് കുറച്ച് പൈസ സമ്പാദിക്കാമെന്നാണ് വിചാരിച്ച്. പക്ഷെ ആരും എന്റെ മീനുകൾ വാങ്ങുന്നേയില്ല. നിനക്ക് മീൻ വിൽക്കുന്നതിന് പകരം മീൻ കറി വിറ്റുകൂടെ? ആ, എല്ലാവരും വാങ്ങിക്കോളും. എന്താ ഏട്ടാ, കളിയാക്കുകയാണോ? അയ്യോ, അല്ല അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. നീ വെച്ചുണ്ടാക്കുന്ന മീൻകറിക്ക് എന്ത് രുചിയാണെന്ന് നിനക്കറിയാമോ? എന്നിരുന്നാലും മീനിനെ പിടികൂടുന്നത് നീയല്ലേ. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്കും നിനക്ക് വിൽക്കാം. നീ നന്നായി ഒന്ന് ആലോചിക്കേ. വിഷ്ണു ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഇപ്പോൾ അപർണയും വിഷ്ണു പറഞ്ഞത് ഓർത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും എന്റെ മീൻകറി പുകഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ
ഒരു വട്ടം ശ്രമിച്ചു നോക്കിയേക്കാം. എങ്ങനെയായാലും എനിക്ക് പൈസ സമ്പാദിച്ചാൽ മതിയല്ലോ. മീനുകൾ വിറ്റ് അല്ലെങ്കിൽ മീൻകറി വിറ്റ് എന്തായിരുന്നാലും എന്താ. ഇപ്പോൾ അപർണയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. അവൾ വീണ്ടും ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം അപർണ നല്ല മീനുകൾ പിടികൂടി അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്തുകൊണ്ടിരുന്നു. പാചകം ചെയ്തതിനു ശേഷം അപർണ ഒരു പാത്രത്തിൽ മീനുകളെല്ലാം വെച്ചു. പിന്നെ മറ്റൊരു പാത്രത്തിൽ ഫ്രൈസും വെച്ചു. പിന്നെ അവൾ ഒരു സഞ്ചിയും എടുത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അപർണ മാർക്കറ്റിൽ എത്തി. മീൻ കറി വെറും 25 രൂപയിൽ മീൻ കറി. മീൻ പാത്തെന്ന് കേട്ടതും കസ്റ്റമേഴ്സ് എല്ലാവരും വരാൻ തുടങ്ങി. ഈ മീൻ ഫ്രഷ് അല്ലേ? അതെ, ഇന്ന് രാവിലെ പിടിച്ചതാണ്. ശരി ശരി, എനിക്ക് ഒരു പ്ലേറ്റ് തരൂ. അപർണയപ്പോൾ അയാൾക്ക് ഒരു പ്ലേറ്റ് മീൻ ബാത്ത് കൊടുത്തു. അയാൾ അവിടെ തന്നെ നിന്ന് അത് മുഴുവനും കഴിച്ചു തീർത്തു. ആ മീനിന്റെ മണം അവിടെ മുഴുവനും പടർന്നു. അത് കാരണം വീണ്ടും കുറച്ചുകൂടി കസ്റ്റമേഴ്സ് അപർണയുടെ അടുത്ത് വന്നു. എനിക്കും ഒരു പ്ലേറ്റ് തരൂ. ആ ശരി. കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അപർണയും അവർക്ക് മീൻ ബാത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഓരോ പ്ലേറ്റിനും അവൾക്ക് 25 രൂപയും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ അവളുടെ മീൻ ബാത്ത് മുഴുവനും കാലിയായി. അങ്ങനെ അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. വൈകുന്നേരം വിഷ്ണു വീട്ടിൽ വന്നതും അപർണ പല്ലവിക്കും അവനും ജിലേബിയും കൊടുത്തു. ജിലേബി. അയ്യോ, ഇതെന്താ സ്പെഷ്യലാണല്ലോ. നിങ്ങളത് കഴിക്കൂ, പറയാം. 3 പേരും ജിലേബി കഴിച്ചു. പിന്നെ അപർണ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിഷ്ണുവിനോടും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ മീൻ ബാത്ത് എല്ലാവരും രുചിയോടെ കഴിക്കുമെന്ന്. എനിക്കും കുറച്ച് മീൻ ബാത്ത് ഇട്, ഞാൻ കഴിക്കട്ടെ. അയ്യോ, അതൊക്കെ തീർന്നു പോയല്ലോ. എന്താ? അങ്ങനെ അന്നു മുതൽ അപർണയുടെ മീൻ ബാത്ത് കച്ചവടം വളരെ നന്നായി നടന്നു. അപർണ എപ്പോൾ മാർക്കറ്റിൽ വരുമെന്ന് കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുന്ന അവസ്ഥയിലായി. ദേ അവിടെ നോക്കൂ, മീൻ കടക്കാരി വന്നു. അവൾ അവിടെ വരുന്നതും അവൾക്ക് ചുറ്റിനും വലിയൊരു കൂട്ടം തന്നെ കൂടും. അവൾ സമ്പാദിച്ച പണം കൊണ്ട് അപർണ അവരുടെ വീടും നന്നാക്കിയെടുത്തു. വിഷ്ണുവും അപർണയെ മീൻ ബാത്ത് ഉണ്ടാക്കി വിൽക്കുന്നതിൽ അവളെ സഹായിക്കുമായിരുന്നു. വിഷ്ണു ഇപ്പോൾ കൂലിപ്പണിയും നിർത്തി. ഭാര്യയും ഭർത്താവും ഇപ്പോൾ മീൻ ബാത്ത് വിറ്റുകൊണ്ടിരുന്നു. അവർ മാർക്കറ്റിൽ ഒരു കടയും തുറന്നു. അവരുടെ മീൻ ബാത്ത് ബിസിനസ് വളരെ സൂപ്പറായി പോയി. പിന്നെ കുറച്ചു നാൾ കൊണ്ട് തന്നെ അപർണ ഗ്രാമത്തിൽ മീൻകടക്കാരി എന്ന പേരിൽ പ്രശസ്തിയായി. ഇപ്പോൾ അവളുടെ കുടുംബം മുഴുവനും ഈ ജോലിയിൽ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു.